ഹേയ് എന്തിനാ ഇത് ചുരിദാറിന്റെ മേലെ ദുപ്പട്ടാക്കി ഇട്ടിട്ട്? അതൊക്കെ പഴയ സ്റ്റൈലല്ലേ? ഹായ്. ഹായ്. വീട്ടിൽ നിന്ന് അഞ്ജലിയെ പറ്റി ചോദിച്ചിരിക്കണമല്ലോ. നിനക്ക് എങ്ങനെ അറിയാം? നിന്റെ അനിയത്തിയോട് ഇണക്കി കൊടുത്തത് ഞാൻ തന്നെയല്ലേ? ഫോട്ടോവും കൊടുത്തു. എന്തിനാടാ ഇതൊക്കെ? എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. ഗുഡ് മോർണിംഗ്. ഹായ്. ഹലോ. മോർണിംഗ്. ഹായ്. 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 ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഹലോ. ഹായ്. ആരാടാ അത്? ലെക്ചറാണോ? ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ട്. ചെയർമാൻ എന്നാ തോന്നുന്നത്. തങ്കപ്പെട്ട മനുഷ്യനാ. ഈഗോ ഒന്നുമില്ലാതെ എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകും. മാത്രമല്ല പെണ്ണുങ്ങൾക്കൊക്കെ വളരെ ഈ ലോകത്ത് എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ ചീത്തയും കൂടെ ഉണ്ടായിരിക്കും. അതാ ലോകത്തിന്റെ കിടപ്പ്. ഇങ്ങനെ ഒരു ഉടായിപ്പിന്റെ കൂടെ ഉത്തമന്മാരും ഉണ്ടല്ലോ ദൈവമേ. ഹായ്. സുഖം തന്നെയല്ലേ? സുഖമാണ് ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഫോട്ടോ എടുക്കണല്ലേ? ഫോട്ടോ ഇപ്പൊ ഞാനെടുത്ത ഫോട്ടോ എല്ലാരും കാണിക്ക്. ഈ ഫോട്ടോ SMS അയക്കടാ. ആദ്യം നിന്റെ അമ്മയുടെ ഫോട്ടോ എടുക്കണം. അനിയത്തിയുടെയും ചേച്ചിയുടെ എടുക്ക. ഈ കോളേജിലെ നേതാവ് നീയാണോടാ? നേതാവാണല്ലേ നീ? വെള്ള കളറ്, വില കൂടിയ ഷർട്ട് ഇട്ടാ നല്ലവനാകൂ നീ. ഇത് നോക്ക്, ഗെറ്റപ്പ് മാത്രം നന്നായാ പോരാ, ക്യാരക്ടർ നന്നായിരിക്കണം. എന്തിനാ ഇവിടെ വണ്ടി നിർത്തിയേ? ജപ്പാൻകാരൻ വണ്ടി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ? അത് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജ ചെയ്യാൻ നമ്മളല്ലേ കണ്ടുപിടിച്ചത്. വണ്ടിക്ക് ഒരു പൂജ നടത്തിയിട്ട് പോയാലോ? ഇപ്പൊ എന്തിനാ പൂജ? വണ്ടിക്കൊന്നും സംഭവിക്കണ്ടെന്ന് കരുതിയാ. ഓഹോ, അപ്പൊ നിനക്ക് സംഭവിച്ച കുഴപ്പമില്ലല്ലോ. എനിക്കൊന്നും ആവാതിരിക്കാൻ വേണ്ടിയാ. അങ്ങനെയെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാ? വണ്ടിക്കും എനിക്കൊന്നും സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണെന്ന്. അപ്പൊ എതിരെ വരുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാ? അവൻ മുൻകൂട്ടിയെ പൂജ ചെയ്തിട്ടായിരിക്കുമല്ലോ വരുന്നത്. അതെങ്ങനെ നിനക്കറിയാം? എടാ, അവൻ പൂജയോ ഭജനയോ അതാണ് നമുക്കിപ്പോ പ്രധാനം. നമ്മുടെ വണ്ടിക്ക് പൂജ ചെയ്യാന്ന്. അത് പിന്നെ വണ്ടി നിന്റെ നേരെ വരുമ്പോ ഒരു ചെറിയ തേങ്ങ മേടിച്ച് വണ്ടിക്ക് പൂജ ചെയ്യുന്നതിനാണോ ഇൻകം ടാക്സ് ചോദ്യം ചെയ്യുന്ന പോലെ ചോദിക്കുന്നത്? ആ പൂജ എനിക്ക് വേണ്ട, നിന്റെ തേങ്ങ എനിക്ക് വേണ്ട, എന്തിനീ ബൈക്ക് പോലും എനിക്ക് വേണ്ട, എന്നെ വിട്ടേക്കടാ. എങ്ങനെ പോണെന്ന് എനിക്കറിയാം. ഇവന്റെ തലയ്ക്ക് നല്ല സുഖമില്ല. ബുള്ളറ്റ് നടന്നു പോവാനോ? ഏയ്, ഒക്കെ പുതുവണ്ടി തീസ്കോറാ. ഈ വണ്ടിക്കാരിക്കോ? വല്ലാണ്ട് പഴയതാണല്ലോ. യോ അല്ലല്ലോ, പുതിയതാ. ഞാൻ വണ്ടിയല്ല പറഞ്ഞത്, ബുള്ളറ്റ് മൊപ്പടി പോകുന്ന ചരിത്രം എഴുതി വെച്ചോടാ. ഈ ബിസ്ക്കറ്റ് കഴിക്കുമോളെ? എനിക്ക് ചോക്ലേറ്റ് ആണ് വേണ്ടത്. നല്ല കുട്ടിയല്ലേ, കഴിക്കേ. പറയുന്നത് കേക്കുമോ? സൺഫീസ്റ്റ് നല്ല ബിസ്ക്കറ്റാ, കഴിച്ചോ മോളെ നീ? ഹൈ, സൺഫീസ്റ്റ് മിൽക്കി മാജിക്. താങ്ക് യു അങ്കിൾ. ബൈ. എടി, അവിടെ ഇരിക്കുന്ന നമ്മുടെ ആദിയല്ലേ? എന്തിനാ സംശയിക്കുന്നത്? അവൻ തന്നെയായിരിക്കുന്നത്. അവൻ എന്തിനാ അവിടെ പോയിരിക്കുന്നത്? അവൻ അമ്പലത്തിലൊക്കെ വരുന്നുണ്ടോ? എടി, ഇവളെ ഹാപ്സാരി പാവാടെ ഉടുപ്പിച്ചുകൂടായിരുന്നു? അവള് കൊച്ചല്ലേ, സാരമില്ല. അച്ഛാ അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ ബുള്ളറ്റ് ചേട്ടൻ ഒരു ഫോട്ടോ കാണിച്ചത് കോളേജിലെ? ആ പെണ്ണാത്. അപ്പൊ സാർ ഇതിനു വേണ്ടിയാണ് അമ്പലത്തിൽ വരുന്നതല്ലേ? ഹലോ, ആരാ? ഇതെന്താ ഇത്ര വേഗം എന്നെ അങ്ങ് മറന്നുപോയോ? ഇന്നലെ കോളേജിൽ വെച്ച് അന്ന് നിങ്ങളല്ലേ എന്നോടെല്ലാം മറന്നേക്കാൻ പറഞ്ഞത്? ഞാൻ മറന്നു.
അർച്ചനയാണ്, അഭിഷേകമാണ്. ഇതൊന്നും നമുക്ക് ശീലമല്ല. മണി സാർ, സാർ എന്താ ഇവിടെ? സാറിനോട് ഞാൻ ചോദിക്കേണ്ട ചോദ്യമല്ലേ അത്? മോതിരം മാറ്റാനാണോ അതോ നേരിട്ട് രജിസ്ട്രേഷൻ ആണോ? മണി, ഇതെന്റെ ഫ്രണ്ടാ. ഇതെന്റെ പേരൻസ്. സിവിൽ എഞ്ചിനീയർ, ഇവള് ഹൗസ് വൈഫ്. ഞാൻ പറഞ്ഞില്ലേ, ഇതാ എന്റെ അനിയത്തി. ഓ, അന്ന് നമ്മൾ മഴയത്ത് ഐസ്ക്രീം കഴിച്ചത് കളിയാക്കിയത് ഇവളാണോ? രണ്ടുപേരുടെയും ടേസ്റ്റ് ഒന്നായതുകൊണ്ടല്ലേ സെറ്റ് ആയത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതായത് ചാറ്റിംഗ്, ഡേറ്റിംഗ്, അങ്ങനെ. എന്ത് ചാറ്റിംഗ്, ഡേറ്റിംഗ്? മണി, അയ്യോ, ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഒന്നുമില്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പില്ലേ അതിനെ കുറിച്ച് പറഞ്ഞതാ. ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം അറിയാലോ. എന്തറിയാന്നാ? പൊന്നു മോളെ, ഞാൻ വേണേ കാല് പിടിക്കാം. കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കോ? ഈയൊക്കെ പൂജയ്ക്ക് സമയമായി. ചെല്ല്. ആദ്യം നിൽക്കാം, പറഞ്ഞു വിടാൻ വരട്ടെ. മോടെ പേരെന്താ? അഞ്ജലി. അഞ്ജലി, ദീർഘായുസായിരിക്കണം. ഇന്നു മുതൽ നീ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാണ്. മോള് വീട്ടിലേക്കൊന്ന് വരണം. നിങ്ങളുടെ വീട്ടിലേക്കോ? അതെന്താ, ഞങ്ങളുടെ വീട്ടിലൊന്നും വരില്ലേ? തീർച്ചയായിട്ടും വരാം. എനിക്ക് പെണ്ണിനെ നല്ലവണ്ണം അങ്ങ് ഇഷ്ടപ്പെട്ടു. അടുത്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണം. മണി ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അയ്യോ, ബുള്ളറ്റ് ഒരുത്തൻ എന്നെ അടിച്ചു. ബുള്ളറ്റ്, നീ എന്റെ ആളാണെന്ന് അവന്മാർക്ക് അറിയോ? അത് പറഞ്ഞപ്പോഴാ ബുള്ളറ്റ് എന്നെ അടിച്ച് ചമ്മതിയാക്കിയത്. എന്റെ ഗ്യാങ്ങിലുള്ള ഒരുത്തിന്റെ മേലെ അവൻ കൈവച്ചു അല്ലേ? അവന്റെ ആംബുലൻസ് റെഡി ആയി കഴിഞ്ഞു. എവിടെയാടാ നമ്മുടെ ഗ്യാങ്? എടുക്കടാ നമ്മുടെ ബുള്ളറ്റ്. ബുള്ളറ്റ്, ഇവനെ എന്നെ അടിച്ചു. ബുള്ളറ്റ്, എന്താ ബുള്ളറ്റ് ഒന്നും മിണ്ടാ നിൽക്കുന്നേ? ജില്ലറ്റ് വാങ്ങി ഷേവ് ചെയ്യാൻ പോലും കാശില്ലാത്തവനോട് ഈ ബുള്ളറ്റ് സംസാരിച്ച ചരിത്രത്തിൽ എന്റെ പേര് മോശമാവില്ലേ? നീ തന്നെ ചോദിക്കടാ. എന്റെ കൂട്ടാനെ നീ ആണോ അടിച്ചേ? അതേടാ, ഞാനാ തെറ്റ് ചെയ്തതിൽ അവർ പശ്ചാത്താപമുണ്ട്. വാ പോവാം. ആരാടാ ഇതിൽ ബുള്ളറ്റ്? ബുള്ളറ്റ് ആരാണെന്ന് അറിയാത്തവൻ ദാതയാവില്ല. അങ്ങനെ ദാതയല്ലാത്തവരോട് ഈ ബുള്ളറ്റ് സംസാരിക്കില്ലടാ. വാ പോവാം. മര്യാദക്ക് നീ ഇവിടെ വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? പറയാവടാ. വായിലിട്ട ചോക്ലേറ്റ്, കടയിൽ പോയ കട്ട്ലറ്റ്, കൂമ്പ് നോക്കി ഇടിക്കുന്നവനാണ് ഈ ബുള്ളറ്റടാ. ബുള്ളറ്റ്, മുന്നോട്ട് സൈഡിൽ വെക്കാവല്ലേ? ബുള്ളറ്റ് ഒരിക്കലും മോട്ടോർ സൈക്കിൾ ആകരുത്. ബുള്ളറ്റ് ആരാണെന്ന് കാണിച്ചു കൊടുക്കവന്. എന്തിനാണ് തടഞ്ഞത്? എന്തിനാ എന്നെ തടഞ്ഞതെന്ന്? ഒരേ സമയം ഇതുപോലെ കടകം, മലകടകം, കുഴിക്കടകൻ മൂന്നും എടുത്ത് അടിക്കുന്നവരാടാ ഈ ബുള്ളറ്റ്. എന്തിനാണ് എന്നെ തടഞ്ഞത്? അവിടെ തന്നെ നിക്കടാ. ഇവരെ തീർത്തിട്ട് ഞാൻ കണ്ടോളടാ. എടാ, സമാധാനമായിരിക്കുന്നവരെ ഞാൻ മോരാടാ. പൊങ്ങിക്കഴിഞ്ഞ ഞാൻ ബിയറാടാ. ആരാടാ ഇവന് സപ്പോർട്ട്? ആരാടാ ഇവന് സപ്പോർട്ട്? എഴുന്നേക്കടാ, എഴുന്നേക്ക. അയാള് പോയോടാ മോനെ? പോയി. ബുള്ളറ്റ് ചത്തുപോയി. നിന്റെ അമ്മൂമ്മയുടെ മേലെ സത്യം? അവൻ പോയി. ബുള്ളറ്റ്, സമാധാനമായി. വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ക്വാർട്ടറും കോഴി ബിരിയാണിയും മേടിച്ച് തന്നേക്കാം. നിങ്ങളുടെ പറ്റി മേടിച്ചു തരാം. ഞാനൊന്ന് ഷൈൻ ചെയ്യാന്ന് വിചാരിക്കുമ്പോ കൃത്യസമയത്ത് അവനിവിടെ എത്തുമല്ലോ. ഇവൻ അവോയ്ഡ് ചെയ്യുന്ന ബെറ്റർ. നടക്കടാ. ഹലോ. ഓ, നിങ്ങളായിരുന്നോ? എന്താ ഏത് സമയം ലൈബ്രറി കാണാലോ? ബുക്സ് ചെയ്യാൻ അത്രക്ക് ഇഷ്ടാ? ലൈബ്രറി എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാ. ഓ, അങ്ങനെയാണോ? എനിക്കും ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടാ. എന്താ സാഹിത്യകാരനും എഴുത്തുകാരനും മാത്രം ലൈബ്രറി ഇഷ്ടമുള്ളോ? എന്താ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടില്ലേ? ശരിക്കും എനിക്ക് ഇഷ്ടാണ്. അതെ, ഈ ഒരുപോലെ ടേസ്റ്റ് ഉള്ളവർ തമ്മിൽ കാണുമ്പോ പരിചയപ്പെടുമ്പോ ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും അല്ലേ? എനിവേ, ഐ ആം ആദി. അഞ്ജലി. ഇന്നിത്തിരി വർത്താനം കൂടുതലാണല്ലോ. അന്ന് അമ്പലത്തിൽ വെച്ച് ഭയങ്കര നാണായിരുന്നു. എല്ലാം ഇയാള് കാരണമല്ലേ? ആ, എന്റെ വീട്ടിലുള്ളവരില്ലേ, ആരാണ് എന്താണ് ഇതൊന്നും അവർക്കറിയേണ്ട ഒരു കാര്യമില്ല. എല്ലാവരും ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കും. അതും എന്റെ പരിചയക്കാരാണെങ്കിൽ തീർന്നത് തന്നെ.
എന്റെ പേരൻസ് എനിക്ക് ഫ്രണ്ട്സ് പോലെയാ. എന്നാൽ ആദ്യം കണ്ടുമുട്ടുന്നവർക്ക് ഒരു ചെറിയ സങ്കടമൊക്കെ തോന്നും. ഇയാൾക്കന്ന് അങ്ങനെ തോന്നിയില്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. പാരന്റ്സ് കൂട്ടുകാരായിട്ട് ഇരിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കണ്ടോ കണ്ടോ കണ്ടോ, ഈ കാര്യത്തിൽ നമ്മൾ ഒരേ ടേസ്റ്റ് തന്നെയാ. നിങ്ങളുടെ വീട്ടിൽ ഇയാളുടെ പേരൻസ് ഫ്രണ്ട്ലി ആയിരിക്കോ? അങ്ങനെയായിരുന്നു. സോറി അഞ്ജലി, അവരുടെ കാര്യം ഓർമ്മിപ്പിച്ച് ഞാൻ നിന്റെ മനസ്സ് വേദനിപ്പിച്ചല്ലേ? മറന്നാലല്ലേ ഓർക്കേണ്ടതായിട്ടുള്ളൂ. അവരില്ല എന്നുള്ള ഓർമ്മ എന്നും എന്നെ അലട്ടിക്കൊണ്ടേയിരിക്കും. നീ കരയുന്നത് നിന്റെ അച്ഛന് ഇഷ്ടമാണോ? നീ സങ്കടപ്പെടുമ്പോൾ നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമാകൂ? നീ ഒന്നും മിണ്ടാതെ മൗനമായിരുന്ന എല്ലാവർക്കും ഇഷ്ടമാകൂ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ എങ്ങനെ ഇരിക്കുന്നേ? ഞാൻ പറയുന്നത് കേക്ക്. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവൻ മാത്രമാണ് പോകുന്നത്, ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നില്ല. അവരെപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ സന്തോഷമാണ് അവരുടെയും സന്തോഷം. നീ ഒന്ന് ചിരിച്ചു നോക്ക്, ആ ചിരിയിൽ നിന്റെ അമ്മയുണ്ടായിരിക്കും. നീ ഒന്ന് സന്തോഷിച്ചു നോക്ക്, ആ സന്തോഷത്തിൽ നിന്റെ അച്ഛനും കൂടെ ഉണ്ടാകും. നിന്റെ മുഖത്ത് സന്തോഷമുണ്ടെങ്കിൽ നിന്റെ വീട്ടിലുള്ള എല്ലാവരും സന്തോഷിക്കും. പറയ്, ഇപ്പൊ നിന്നോടൊപ്പം എല്ലാവരും ഇല്ലേ?